എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2024 മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തില് ഉത്രാട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. ധനപുഷ്ടിയും വാക്വിലാസവും നിങ്ങൾക്കുണ്ടാവും. പൊതുവിൽ ജീവിതത്തിനെ വളരെ പോസിറ്റീവായിട്ട് കാണാനും അത് മുഖാന്തരം ജീവിതത്തിൽ വിജയിക്കാനുമുള്ള സാധ്യതകൾ വന്നു ചേരും. ജീവിതത്തിന്റെ ഓരോ പടികളായിട്ട് മുന്നോട്ട് ചവിട്ടി കയറി നമുക്ക് സന്തോഷത്തിന്റെ അല്ലെങ്കിൽ സമാധാനത്തിന്റെ ചവിട്ടുപടിയിലൊക്കെ എത്തി വളരെയധികം വിജയിക്കാനുള്ള യോഗമുണ്ട്. ഒരു പരിധി വരെയും വിദേശ കാര്യങ്ങളിൽ അല്ലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ സന്തോഷം ഉണ്ടാവാനും ജോലിപരമായിട്ടൊരു സ്ഥിരത ഉണ്ടാവാനും അല്ലെങ്കിൽ ജോലിയിൽ പുരോഗതി, ധനലാഭം, മാനസികമായ സന്തോഷം, ഉല്ലാസം എന്നിവയൊക്കെ ഉണ്ടാവാനുള്ള യോഗങ്ങളുണ്ട്. പൊതുവിൽ സന്തോഷമില്ലായ്മ ഉണ്ടെങ്കിൽ പോലും ഓരോരോ കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയും മനസ്സിന് സമാധാനം ഇല്ലാത്ത സന്തോഷമില്ലാത്ത കാര്യങ്ങളും ഇടയ്ക്ക് ഉണ്ടാവാനുള്ള യോഗങ്ങളുണ്ട്. ചെയ്യുന്ന ഏതൊരു കാര്യവും ഉത്തരവാദിത്വത്തോടുകൂടി ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലൊക്കെ സക്സസ് ആവാനുള്ള നേട്ടങ്ങളും ഉണ്ടാവും. പിന്നെ ഒരു കാര്യമുള്ളത്, ആർക്കെങ്കിലും ധനം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ ലേശം കാലതാമസം എടുക്കും. വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കാനുള്ള യോഗമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മാനസികമായിട്ട് ഉല്ലാസം തരുന്നതായ യാത്രകളൊക്കെ ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ ഈ വർഷം നിങ്ങൾക്ക് പരിശ്രമിച്ച് സ്വന്തമാക്കാൻ സാധിക്കും. പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ വീടിന്റെ ആഡംബര പണികൾ അല്ലെങ്കിൽ വീട്ടില് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുനരുദ്ധാരണം അല്ലെങ്കിൽ ഇന്റീരിയലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന സമയമാണ്. ഗ്രഹം മൂടി പിടിപ്പിക്കുക, ഗ്രഹ അലങ്കാരങ്ങൾ വാങ്ങി വെക്കുക. ഇനി വീട് പണിയാത്തവർക്ക് പുതിയതായിട്ട് വീട് പണിയുവാനുള്ള യോഗം ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചാൽ നടക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീ സാന്നിധ്യം പുരുഷന്മാർക്കും ഒരു സ്ത്രീക്കാണെങ്കിൽ ഒരു പുരുഷ സാന്നിധ്യവും നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന വർഷം ഉണ്ടാവും, ഈ വർഷത്തിലുണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ സഹോദരിയാവാം, അമ്മയാവാം, ഭാര്യയാവാം, മകളാവാം, അതുപോലെ അച്ഛനാവാം, ആങ്ങളെയാവാം, ഭർത്താവാവാം, അങ്ങനെ എന്തു ആവാം. ഇന്നത് എന്നില്ല. അതിനിപ്പോ നാളെ വിളിച്ചിട്ട് ചോദിക്കരുത് എനിക്ക് ഒരു കാമുകി വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഒരു പുരുഷന്മാർക്ക് ഒരു സ്ത്രീയും സ്ത്രീക്ക് ഒരു പുരുഷനും ഒരു സാന്നിധ്യമായിട്ട് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എന്തിനും ഒരു ബൂസ്റ്റ് തരാൻ. കാരണം നിങ്ങൾക്ക് ഇച്ചിരി പുറകോട്ടായിരിക്കും എന്തൊരു കാര്യത്തിന് ഈ വർഷം. അപ്പൊ അതിനൊരു ബൂസ്റ്റ് തന്ന് നിങ്ങളെ കയറ്റിവിടാൻ പറ്റുന്ന ഒരു കാര്യപ്രാപ്തിയുള്ള അല്ലെങ്കിൽ കാര്യപ്രാപ്തിയിലേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റുന്ന ഒരാള് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുപോലെ എപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ ബേജാറാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും വീട്ടിലൊരു കാര്യം അച്ഛനും അമ്മയും ചെയ്യുകയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ കൂടുതൽ ആഴത്തില് നമ്മൾ അതേക്കുറിച്ച് ചോദിക്കാനും അതൊരു പ്രശ്നമാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. പങ്കാളികൾ തമ്മിൽ വഴക്കുണ്ടാവാതിരിക്കാൻ നോക്കണം. പൊതുവിൽ ഐക്യം തന്നെ ആവും, എന്നാലും നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയൊക്കെ ചിലപ്പോൾ ചെറിയ വാക്ക് തർക്കങ്ങളും വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പങ്കാളികൾ എന്ന് പറയുമ്പോൾ ചിലപ്പം ഭാര്യ ഭർത്താവും തമ്മിലാവണമെന്നില്ല, ചിലപ്പോൾ കൂട്ടുകാർ തമ്മിലോ ഒക്കെ ആവാട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ധനവരവ്, അമിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗമുണ്ട്. ഇപ്പൊ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ സക്സസ് ആവാനും അതിൽ നിന്ന് വിജയം നേടാനുമുള്ള യോഗമുണ്ട്. മാനസികമായിട്ട് കുറച്ച് ടെൻഷനും വിഷമവും ആധികാരികമായിട്ട് കുറച്ച് വേവലാതിയൊക്കെ ആയിട്ട് നടന്നവർക്ക് അതിനൊക്കെ ഒരയവ് വരുന്ന വർഷമാണ്. എന്ത് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളത് ചിന്തിച്ചാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കുന്നതായിരിക്കും. പൊതുവിൽ നല്ല സമയം തന്നെയാണ് കേട്ടോ. സങ്കടപ്പെടുകയൊന്നും വേണ്ട. പൊതുവിൽ നല്ല സമയമാണ്. എപ്പോഴും മനസ്സിൽ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വേവലാതി ഒന്നും പെടാതെ കണ്ട് സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. നമുക്ക് ജീവിതത്തിൽ വളരെയധികം
സക്സസ് ആയിട്ട് നേടി മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടം വന്നവർക്ക്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് തോന്നുന്നവർക്ക് നല്ല കഠിന അധ്വാനം കൊണ്ട് അതിനെല്ലാം ഓവർകം ചെയ്ത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വീടാണെങ്കിലും ധനമാണെങ്കിലും വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഉണ്ടാക്കാനും പറ്റുന്ന വർഷം തന്നെയാണ് കേട്ടോ. അതിനുവേണ്ടി കുറച്ച് കഠിനാധ്വാനവും മനസ്സിന്റെ ഒരു ബലവും മാത്രം മതി. ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് സക്സസ് ആയി കയറി പോകാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും സമയം വൃന്ദാവനത്തിൽ എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.